ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി, ചുമ്മാ പറക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരും കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ കൊഞ്ചിൻ്റെ ഒന്നും തല കളഞ്ഞിട്ടില്ല, തലയോട് കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പെരിഞ്ജീരകം കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ കറിവേപ്പിലയും കൂടെ അരച്ചെടുത്താണ് പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടെ അരച്ചെടുക്കുമ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈക്ക് നല്ലൊരു സ്വാദ് കിട്ടും. ഇപ്പോൾ ചെമ്മീൻ മാത്രമല്ല, നമ്മൾ ഇറച്ചിക്കായാലും മീനിനായാലും ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമ്മൾ ഈ കറിവേപ്പിലയും കൂടെ അരച്ച് ചേർക്കുമ്പോൾ ആ ഫ്രൈ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം കൊഞ്ചാകുമ്പോൾ പെട്ടെന്ന് ഉപ്പും മുളകും എല്ലാം പെട്ടെന്ന് പിടിച്ചോളും. അപ്പോൾ ഒരുപാട് നേരമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. ഞാനൊരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള പാനാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നാടൻ രീതിയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വെളിച്ചെണ്ണ മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. മറ്റെണ്ണകൾക്കൊക്കെ വേറെ ടേസ്റ്റ് ആവും, ആ വെളിച്ചെണ്ണയുടെ ആ സ്വാദ് കിട്ടത്തില്ല. അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഒന്ന് നീളത്തിൽ കീറി അതിൻ്റെ അരി കുറച്ചൊന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഫ്രൈ ചെയ്യാനെടുക്കാം. അപ്പം ഈ മുളകിൻ്റെയൊക്കെ സ്മെല്ലും ആ സ്വാദും ഒക്കെ കൊഞ്ചിലോട്ട് നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പം ഞാൻ അരി കളഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് മസാലയൊക്കെ ചേർക്കുമ്പം നല്ല എരിവാണല്ലോ. നല്ല എരിവല്ല, അത്യാവശ്യം എരിവുണ്ട്. കാരണം കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എരിവ് ആവശ്യത്തിനുണ്ട്. അപ്പോൾ അധികം ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുളകിൻ്റെ കുറച്ച് അരികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് കീറിയിട്ട് കൊടുത്തതാണ്. എന്തായാലും കൊഞ്ച് ഞാൻ ഒരുപാട് നേരം ഒന്നും എണ്ണയ്ക്കകത്തിട്ട് വറക്കുന്നില്ല. ഒരുപാട് അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ കല്ല് പോലെ ആവും, കഴിക്കാൻ നല്ല പാടായിരിക്കും. അപ്പം ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഈ കൊഞ്ച് പോലെ തന്നെയാണ് കക്കാറച്ചിയും അതേപോലെ കണവ അങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് നേരം എണ്ണയ്ക്കകത്തിടുമ്പം ഇതങ്ങ് കല്ല് പോലെ ആയിപ്പോവും. അപ്പം ഒന്നും പുറഭാഗം മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. കാരണം കൊഞ്ചും ഞണ്ടും ഇതേപോലെയുള്ള സംഭവങ്ങൾക്കും അധികം വേവില്ല, പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് അത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് മാറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഈ എണ്ണയ്ക്കകത്ത് തന്നെ, അധികം എണ്ണയൊന്നും ചേർക്കുന്നില്ല, ഇതിനകത്തുള്ള അല്പ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് ആ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ കറിവേപ്പിലയും കൂടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കൊഞ്ചിനകത്ത് ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഒരു ഉപ്പ് ഓവറായിപ്പോവും. അതേപോലെ തന്നെ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കണ്ട. നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ എല്ലാ മസാലപ്പൊടികളും എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി അഡീഷണലായിട്ട് സവാളയ്ക്കകത്ത് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതായത് സവാളയും ഇതേപോലെ കൊഞ്ചുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ തനി നാടൻ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു വരും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ ഓക്കെ, താങ്ക്